മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമേ ദൈവം ഒരു കാര്യം ഉറപ്പിച്ചു. ഞാൻ പാടണമെന്ന് വിചാരിച്ച പാട്ട് സഹോദരി പാടി. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളോട് ഇടപെടുന്ന വിധം പലതാണ്. ഒരാളുടെ ശബ്ദമോ ഒരാളുടെ കഴിവോ ഒന്നുമല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് അത് ചെയ്തെടുക്കും. പ്രത്യേകമായിട്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് ആയിരിക്കാൻ വീണ്ടും ദൈവം തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളാരും നമ്മുടെ സ്വയമായി നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാ, നമ്മളെ ഇവിടെ കൊണ്ടുവന്നതാ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിപ്പാനും നമ്മളെ ചില കാര്യങ്ങളെ പഠിപ്പിക്കുവാനും ഉണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് എല്ലാറ്റിനുപരി ദൈവം എന്നോട് ഇടപെടുന്ന ദിവസമായിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം വചനം സംസാരിക്കുമ്പോൾ വചനം സംസാരിക്കുന്നത് ഞാൻ നിങ്ങളുടെ നേരെ ഒരു വിരൽ വീഴുമ്പോൾ 3 വിരൽ എൻ്റെ നേരെ ചൂണ്ടുന്നു എന്നുള്ള ഉറപ്പോടുകൂടി തന്നെ ഞാനിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ 10-22 ദിവസങ്ങളായി ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും ദിവസങ്ങളിലെ നമ്മുടെ സഭയുടെ മുന്നോട്ടുള്ള നടത്തിപ്പിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഉപവാസം എന്ന് പറയുമ്പോൾ ദൈവത്തോട് കൂടെ വസിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ അത് ദൈവവചനത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ദൈവദാസനെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയുണ്ടായി. വേദപുസ്തകം അടക്കം നമ്മൾ പരിശോധിച്ചാൽ പല വിധത്തിൽ ഈവൻ ആരംഭത്തിൽ തൊട്ട് വ്യക്തികളായിട്ട് എന്ന് പറഞ്ഞാൽ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ലീഡേഴ്സ്, രാജാക്കന്മാർ, പിന്നെ പ്രവാചകന്മാർ, അതുപോലെ തന്നെ പിന്നെ വരുമ്പോൾ സാധാരണക്കാർ, അങ്ങനെയുള്ള എല്ലാ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സഭ, ആദിമ സഭ ആരംഭിക്കുന്നതിന് മുമ്പേ ശിഷ്യന്മാരും 120 പേരും ഒക്കെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച്. അപ്പോൾ ഓരോ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഉപവാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ കാണുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക നടത്തിപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രയാസത്തെ അഭിമുഖീകരിക്കുമ്പോൾ അതിൻ്റെ മേൽ ജയം ലഭിക്കുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ എടുക്കുന്ന ഒരു തീരുമാനവും അത് ദൈവത്തിൽ നിന്ന് നമ്മൾ കേൾക്കുകയും നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് തിരുത്തി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ശക്തി പ്രാപിക്കുന്ന ദിവസങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ദിവസം നോക്കുമ്പോൾ മോശ ലീഡർഷിപ്പിലേക്ക് വന്നു കഴിയുന്നതിന് മുമ്പ് തന്നെ ആ സമയം തൊട്ട് താൻ ഉപവസിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ പ്രവാചകന്മാരിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശമൂവേൽ പ്രവാചകന് ആരംഭം മുതൽ തൻ്റെ അമ്മ ഹന്ന ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവകരത്തിൽ നിന്ന് വാങ്ങിയതാണ്. അതുപോലെ നമ്മൾ മറ്റുള്ള രാജാക്കന്മാർ, ഡേവിഡ്, ദാര്യാവേശ് രാജാവ്, ഇവരൊക്കെയും ദൈവസന്നിധിയിലെ പ്രാർത്ഥിച്ച് അവരുടെ ബലം പ്രാപിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ പ്രവാചകന്മാർ ഏലിയാവ്, നെഹമ്യാവ്, ദാനിയേൽ, ഹന്ന, ഇവരൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് അത് ഇത്ര ദിവസമൊന്നോ അങ്ങനെയൊന്നും അതിനകത്ത് വചനത്തിലധികം പറയുന്നത്. ചിലടത്ത് 40 ദിവസം കൊണ്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാറ്റിനുപരി നമുക്ക് വചനത്തിൽ നിന്ന് ഉദാഹരണം എടുക്കാവുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം തന്നെയാണ്. കർത്താവ് തൻ്റെ സ്നാനത്തിന് ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനെ എങ്ങോട്ടാണ് അയച്ചത്? മരുഭൂമിയിലേക്ക് അയച്ചു. എത്ര ദിവസമാണ് അവിടെ പറഞ്ഞേക്കുന്നത്? 40 പകലും 40 രാത്രിയും അവൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അന്നേരം അതിനുശേഷം ആ ദിവസങ്ങളിലും തുടർന്നുള്ള ദിവസങ്ങളിലും ശത്രു അവനെ ഒരുപാട് പരീക്ഷിച്ചു. അപ്പം നമ്മൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഉപവാസത്തിലിരിക്കുമ്പോഴാണ് ശത്രു നമ്മളുടെ മേൽ കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കുന്നത്. കാരണം അവനത് ഇഷ്ടമല്ല. കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അവൻ്റെ രാജ്യത്തിൻ്റെ അടിസ്ഥാനം ഇളകുക. കാരണം നമ്മൾ അവനെ തകർക്കുക ആ ദിവസങ്ങളിൽ. അപ്പം നമ്മളിൽ തന്നെ അവൻ കൊണ്ടുവരുന്ന ചിന്തകളെ നമ്മളിൽ നിന്ന് നീക്കുവാൻ നമുക്ക് ദൈവം കൃപ തന്നുകൊണ്ട് അനുഗ്രഹമായിട്ട് നമ്മൾ ആത്മാവിൽ ശക്തിപ്പെടുവാൻ ദൈവം ഇടയാക്കുന്നു. അതുകൊണ്ട് ശത്രുവിനും അത് ഇഷ്ടമല്ല. ഇപ്പം നമ്മൾ ഈ ദിവസങ്ങൾ ഉപവാസത്തിലിരിക്കുമ്പോഴും
എല്ലാ സമയവും നമ്മൾ ഉപവാസത്തിലാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് എല്ലാ സമയവും ഇരിക്കാൻ ഒത്തിട്ടില്ല. ഞാൻ അതിന് ശ്രമിക്കുന്നു. എന്നാൽ പിന്നെ അതിൻ്റെ കൂടെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ദിവസം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് ഈ ദിവസങ്ങൾ കാണുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. അപ്പം നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഒരു കാര്യം വചനത്തിൽ കൂടെ തന്നെ നമ്മൾ പഠിക്കുമ്പം ഇസ്രായേൽ ജനം ഉപവസിച്ചോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചോ, അതുപോലെ അവിടെ നിനവേക്കാരെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു അല്ലേ? അവരുടെ പാപത്തെക്കുറിച്ച് യോഹന്ന ചെന്ന് ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. അവർ രാജാവ് തൊട്ട് കന്നുകാലികൾ തൊട്ട് എല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അപ്പം രാജ്യങ്ങൾ ഉപവസിച്ചിട്ടുണ്ട്, ദേശങ്ങൾ, അതുപോലെ തന്നെ ഇസ്രായേൽ ജനം പല പ്രാവശ്യം ഉപവസിച്ചിട്ടുണ്ട്. നമുക്കറിയാം, എസ്തേറിൻ്റെ പുസ്തകത്തിൽ തന്നെ കാണാം. ഇസ്രായേൽ ജനത്തെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് ആ രാജാവിൻ്റെ സേനാധിപതി ശ്രമിക്കുമ്പോൾ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അതിനുമേൽ ദൈവത്തിൻ്റെ ന്യായവിധി നടത്തി ദൈവം അവരെ രക്ഷിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഫാസ്റ്റിംഗ് ആയിട്ടുള്ള ആ വിഷയത്തെക്കുറിച്ച് നമ്മുടെ വചനത്തിൽ, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. യെശയ്യാവ് 58:5 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കി അതിന് ശേഷം ദേവദാസിനെ ദൈവം തരുന്ന ആത്മാവിൽ തരുന്നതായിട്ടുള്ള ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഇരിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. യെശയ്യാവ് 58 അതിൻ്റെ 5 മുതൽ. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള വചനത്തിനായി സ്തോത്രം. ഈ വചനം ജീവനും ചൈതന്യം ഉള്ളതാകിയാൽ അത് ഞങ്ങൾ ജീവനെ ജീവിപ്പിക്കുകയും തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ആമേൻ. ഹല്ലേലൂയ. കർത്താവെ, നീ അവിടെ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നവർത്തെ, ഞങ്ങളോട് സംസാരിക്കുന്നവർത്തെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നീ ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം. ഈ വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അടിയനെ തിരുവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, നിന്റെ വചനം സംസാരിപ്പാൻ നീ അടിയൻ്റെ വായോട് കൂടെ ഇരുന്ന് കർത്താവെ, അടിയൻ്റെ വായിലെ വാക്കുകൾ അവിടുത്തെ സന്നിധി പ്രസാദമുള്ളതായിരിക്കണം. കേൾക്കുന്ന ജനത്തിന് അനുഗ്രഹമാകണം. അത് നീ അവിടുന്ന് എടുത്തുപയോഗിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഈ വായിച്ച ഭാഗം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു ഭാഗമാണ്. അവിടെ ആ 58-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഉറക്കെ വിളിക്ക, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. അത് ഉറക്കെ വിളിക്കുക. ഇത് യെശയ്യാ പ്രവാചകന് ദൈവം കൊടുത്തിരിക്കുന്നതായുള്ള ദൂതാണ് ഇസ്രായേൽ ജനത്തോട് അറിയിപ്പാൻ. ഇസ്രായേൽ ജനം അവരെ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടും അതിന് മറുപടി കാണാതെ ഇരിക്കുമ്പോൾ വീണ്ടും യെശയ്യാ പ്രവാചകനോട് ദൈവം കൊടുക്കുന്ന അരുളപ്പാടാണ്: നീ ജനത്തോട് ഉറക്കെ വിളിച്ചു പറയണം. എന്താ പറയേണ്ടത്? അവൻ്റെ ശബ്ദം കുറയുമരുത്. എൻ്റെ ജനത്തിൻ്റെ ലംഘനങ്ങളെയും യാക്കോബിന് ഗ്രഹത്തിന് അവരുടെ പാപങ്ങളെയും. അപ്പം എൻ്റെ ജനമുണ്ട്, ജനത്തിന് ലംഘനങ്ങളുണ്ട്, അതുപോലെ തന്നെ യാക്കോബ് ഗ്രഹത്തിന് എന്തുകൊണ്ട്? പാപങ്ങളുണ്ട്. അപ്പം
ഇത് രണ്ട് ലംഘനവും പാപവും ദൈവദാസനോട് അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകനോട് ദൈവം ദൂത് കൊടുത്തേച്ച് പറയാം, നീ ഈ ജനത്തോട് വിളിച്ച് പറയണം. ഇത് ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്, ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ചില വെളിപ്പാടുകൾ, സഭ, പുതിയ ദൈവത്തിൻ്റെ സഭ ദൈവത്തിന് വേണ്ടി സാക്ഷ്യം നിൽക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവാചക ദൗത്യം വഹിക്കുന്നവരാണ്. അപ്പം നമുക്ക് ദേശത്തോടും ചുറ്റുപാടുകളോടും അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോടും ഇവിടെ പറഞ്ഞ യാക്കോബ് ജനത്തോട്, ജനത്തിൻ്റെ ലംഘനങ്ങളുണ്ട്, യാക്കോബ് ഗ്രഹമുണ്ട്. അപ്പം ജനമെന്ന് പറയുന്നത് ഏതിലേക്ക് നമുക്ക് കണക്ക് കൂട്ടാം? ജനമെന്ന് പറയുമ്പോൾ റിയലി വിശ്വാസികളല്ലാത്തവരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. യാക്കോബ് ഗ്രഹം എന്ന് പറയുന്നത് സെലക്റ്റഡ്, നമ്മൾ ഇസ്രായേൽ എന്നുള്ളതാണ്. അപ്പം ലോകത്തിലൊരു അവർക്ക് ലംഘനങ്ങളുണ്ട് അല്ലെങ്കിൽ പാപങ്ങളുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് യാക്കോബിൻ്റെ, ഇത് പഴയ നിയമത്തിൽ പറയുന്നത് യാക്കോബ് ഗ്രഹത്തിൻ്റെ പാപങ്ങളെ, ജനത്തിൻ്റെ ഉണ്ട്, പുറത്തെ ആൾക്കാരുടെ ഉണ്ട്. എന്നാൽ അതിനേക്കാളും പ്രധാനമായിട്ട് ജനത്തിൻ്റെ നടുവിലുള്ള പാപങ്ങളെ യാക്കോബ് ഗ്രഹത്തിന് അവരുടെ പാപങ്ങളെ അറിയിക്കുക എന്ന പ്രത്യേകിച്ച് യെശയ്യാവിനോട് പറയുന്നത്. പുറത്ത് പ്രവചിക്കാനുള്ള അല്ലെങ്കിൽ വചനം കൊടുക്കുവാനായിട്ടുള്ള അധികാരം അവനുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി യാക്കോബ് ഗ്രഹത്തിലുള്ള പാപങ്ങളെ തിരിച്ചറിഞ്ഞ് അവർ ചെയ്യുന്ന തെറ്റുകൾ അല്ലെങ്കിൽ അവർ ശരിയാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ചിലത് തെറ്റാണെന്നുള്ളത് വെളിപ്പെടുത്തുക. അതായത് ആ ഭാഗമാണ് നമ്മളിവിടെ, ഞാനിപ്പോൾ മോളത്തെ ആ ഒരു പശ്ചാത്തലം നിങ്ങളോട് മനസ്സിലാക്കിയെന്നേ ഉള്ളൂ. താഴെ പിന്നെ അവർ പറയാ എന്തുവാ, എങ്കിലും അവർ എന്നെ ദിനം പ്രതി രണ്ടാമത്തെ വാക്യത്തിൽ ദിനം പ്രതി അന്വേഷിച്ച് എൻ്റെ വഴികളെ അറിയുവാൻ ഇച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന് ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്ത ഒരു ജാതിയെ പോലെ അവർ നീതിയുള്ള ചട്ടങ്ങളെ എന്നോട് ചോദിച്ച് ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് അത് പറയുന്നത് അല്ലേ? അവർ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നുണ്ട്, അവർ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ദൈവം ആഗ്രഹിച്ച വിധത്തിൽ അവരുടെ ജീവിതത്തിൽ ഇതുവരെയും ആയിട്ടില്ല എന്നുള്ളത് പ്രവാചകനെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എന്നിട്ട് പിന്നെ പറയുന്നത് എന്തുവാ, ഞങ്ങൾ നോമ്പ് നോക്കുന്നത് നീ നോക്കാതിരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത്? ഇതാ നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ ദൈവം ഒരു നിയമം വെച്ചിട്ടുണ്ട് ഇസ്രായേൽ ജനത്തിന്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഇന്ന വിധമായിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു ദൈവം നിയമിച്ചതായുള്ള നിയമപ്രകാരം അത് ചെയ്യണമെന്ന് ദൈവം ഇസ്രായേൽ ജനത്തോട് പ്രത്യേകം പറയും. എന്നിട്ട് പിന്നെ അവർ പറയുന്നത് ഞങ്ങൾ നോമ്പ് നോക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്, പാരമ്പര്യ ഇതുപോലെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ ദൈവം അതിനെ വേറൊരു വിധത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യമായിട്ടുള്ള ഉപവാസം എന്താണെന്ന് നമ്മളിപ്പോൾ ഞാൻ വായിച്ച ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവിടെ പറയുന്നത് അതിൻ്റെ 6ാമത്തെ വാക്യം അല്ലെങ്കിൽ 5ാമത്തെ വാക്യം, എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസം ഇങ്ങനെയുള്ളതോ, തലയെ ഞാങ്ങണ പോലെ കുനിക്കുകയും രട്ടും വെണ്ണീറും വിരിച്ച് കിടക്കുക ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേര് പറയുന്നത്. എന്നിട്ട് അത് അവരോട് ചോദിച്ചു പിന്നെ കർത്താവ് അവർക്ക് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ദൈവ പ്രവാചകനിൽ കൂടെ സഭയ്ക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ജനത്തിന് കൊടുക്കുന്നതായിട്ടുള്ള പ്രത്യേക ദൂതാണ് ഇവിടെ താഴെ കാണുന്നത്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. അപ്പം അന്യായ ബന്ധനങ്ങളെ അഴിക്കുന്നത് എങ്ങനെയാണ്? അന്യായമായിട്ടുള്ള ബന്ധനങ്ങൾ എന്തുവാ നമുക്കുള്ളത് അല്ലെങ്കിൽ ദൈവജനത്തിനുള്ളത്? നമ്മൾ തന്നെ പലപ്പോഴും ചില കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി ആകത്തില്ല.
നമ്മൾ ചിലത് നമുക്ക് തന്നെ കെട്ടിവെക്കും. അത് അന്യായ ബന്ധനമാണ്. നമ്മൾ പറയും ഇന്നതായി ഈ വിധത്തിൽ അത് സംഭവിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ അറിവ് വെച്ച് ചിലതൊക്കെ അങ്ങ് തീരുമാനിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ന്യായത്തിൽ അത് അന്യായ ബന്ധനമാണ്. അത് നമുക്കാകാം, അത് നമ്മൾ വേറൊരാളെ ചെയ്യുന്നതുമാകാം. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ബാവുക്കുട്ടിയെ ആണെങ്കിൽ അല്പസമയം കെട്ടിവെക്കാം. എൻ്റെ മനസ്സുകൊണ്ട് ഞാനൊരു കാര്യം ചിന്തിക്കുക, ബാവുക്കുട്ടി എൻ്റെ ഇഷ്ടപ്രകാരം നടക്കണം. എനിക്ക് ബന്ധിക്കാം, ആത്മാവിൽ ബന്ധിക്കാം. എന്നാൽ ആ ബാവുക്കുട്ടി അത് അറിയത്തില്ല. സ്നേഹത്തിലാരെയും ചെയ്യുന്നതൊക്കെ. അപ്പം പലപ്പോഴും വിശ്വാസികളെന്ന് പറയുന്നത് നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുമപ്പെടാൻ സാധിക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഒരേ വിശ്വാസത്തിലല്ല നിൽക്കുന്നെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിക്കുവാനായിട്ട് ഇടയാകും. ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. എങ്ങനെ? മോശ ലീഡറായി എടുത്തപ്പോൾ, മോശ ലീഡറായി ഒരു സ്ഥാനത്തായി കഴിയുമ്പോൾ ആ സ്ഥാനത്തിന് വേണ്ടി ചോദ്യം. നമ്മുടെ ജീവിതത്തിലും ഉണ്ട് പലപ്പോഴും, അല്ലേ? അവർ ചെയ്യുന്ന ഒരു കാര്യം ശരിയല്ലെങ്കിൽ അതിനോട് ചേരാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ അതിനെ ബ്രേക്ക് ചെയ്യുക. കഴിഞ്ഞ ദിവസം ദേവദാസനിൽ കൂടെ വില്യം റോസ് വെൽറ്റിനോട് കേൾപ്പിച്ച ആ ദൂത് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഉള്ളിൽ ഇസ്രായേൽ ജനത്തോടും അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ആ വചനം ആ ദേവദാസന് അവസാനം കൊണ്ട് തീർത്തത് എന്താ പറഞ്ഞത്? ഇസ്രായേൽ ജനത്തോട് നിങ്ങളെ 40 സംവത്സരം ഞാൻ മരുഭൂമിയിൽ നടത്തിയത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് എന്താണെന്ന് പുറത്ത് കാണണം. ആ സെയിം ദൂത അത് ആ നിമിഷം തന്നെ എൻ്റെ മനസ്സിൽ വന്നു. അപ്പം നമ്മളെ ഈ ദിവസങ്ങളിൽ ഇതിനകത്തൂടെ എല്ലാം ഈ 40, 50, 50, 60 വർഷം നമ്മളെ ഈ ഭൂമിയിൽ കൂടെ നടത്തുമ്പോൾ ദൈവം ശരിക്കും നമ്മളെ പരിശോധിക്കുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ: നമ്മുടെ ഉള്ളിലിരിക്കുന്നത് എന്തുവാ? എൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്തുവാ? ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നതോ അതൊന്നും അല്ല ദൈവം ചിന്തിക്കുക. എൻ്റെ ഉള്ളിലിരിക്കുന്നത് ചിലപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ദേവദാസൻ പറഞ്ഞ മാതിരി മറ്റുള്ളവരെ കൊണ്ട് എന്നെ പണിതെടുക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ അതിൽ നമ്മൾ എത്രമാത്രം ഈ പറഞ്ഞ പോലെ പട്ടി ഛർദ്ദിച്ചതിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് പോലെ അല്ല. എന്നാൽ ആ നമുക്കെല്ലാവർക്കും അറിയാം, ഛർദി നമ്മൾ സ്വന്തം ഛർദ്ദിച്ചതാണെങ്കിൽ പോലും അതിനെ നമ്മൾ കോരുവാനോ എടുക്കുവാനോ നമുക്ക് പ്രയാസമാണ്, അല്ലേ? എന്നാൽ ദേവദാസൻ എന്നാ പറഞ്ഞത്? ആ റിസൾട്ട് പറഞ്ഞതാ, നിങ്ങൾക്കുള്ള ഛർദി നിങ്ങൾ കോരിയെടുത്ത് എവിടെ കൊണ്ടുവരണം? ദൈവസന്നിധിയിൽ കൊണ്ടുവരണം. പലപ്പോഴും നമുക്കത് കഴിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതിലൊരു വിടുതൽ ലഭിക്കാനായിട്ട് പ്രയാസം. ഞാൻ ഛർദ്ദിച്ചത് തന്നെ ഞാൻ കോരിക്കൊണ്ട് ദൈവസന്നിധിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ദൈവം എന്നെ ശുദ്ധീകരിച്ച് പിന്നെ എന്നേക്കുമായിട്ട് മാറ്റും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന അതിൽ തന്നെ ഇത് നമുക്ക് തിരിച്ചു വരാം. ദൈവം വലിയ നല്ലവനാണ്. അവൻ നമ്മൾ ഒരു നാളും കൈവിടത്തില്ല. നമ്മുടെ കുറവുകളെ നീക്കി ഓരോ ദിവസവും നമ്മളെ പരിപാലിക്കുന്ന ദൈവം. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മളുടെ അന്യായ ബന്ധനങ്ങളെ അഴിക്കാം. പിന്നെ പറയുന്നത് നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക. കന്നുകാലികൾ കാളകളെ പൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന നുകം വെക്കുക. നോക്കുമ്പോൾ നുകം എന്ന് പറയുന്നത് കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ നുകം ലഘുവും ചുമട് ലഘുവാണെന്ന് പറയുന്നു. മൃദുവും നുകം മൃദുവും ചുമട് ലഘുവാണെന്ന് പറയും. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പറയുന്നത് എന്താ പറയുന്നത്? നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക. നമുക്കറിയാം, ഈ നിങ്ങൾ പാടത്ത് പൂട്ടാനോ അല്ലെങ്കിൽ നമുക്ക് ഈ വണ്ടിക്കാളകളെ കെട്ടുമ്പോൾ അതിനെ നുകം വെച്ച് കഴിഞ്ഞിട്ട് ആ 2 കമ്പ് ആ കഴുത്തിന് ഇങ്ങനെ താഴെ വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു കയറുണ്ട്. ആ കയറിട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ കാളകൾ പിന്നെ അതിനകത്തുനിന്ന് പോകണമെങ്കിൽ
ആ പൂട്ടി കെട്ടുന്ന ഉടമസ്ഥൻ അതിനെ ആ കയറടിച്ചു വിടണം. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന നുക എന്താ, നമ്മുടെ നുകത്തിൻ്റെ അമിക്കയറ് അഴിക്കുക. അപ്പം ആ അമിക്കയറ് അഴിച്ചെങ്കിൽ മാത്രമേ കാളയ്ക്ക് പിന്നെ സ്വാതന്ത്ര്യമുള്ളൂ. അപ്പം കർത്താവിനോട് ചേർന്ന് നമ്മളെ അവൻ്റെ നുകത്തിൻ്റെ കീഴിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ സ്വാതന്ത്ര്യമാക്കി വിടുന്നിടം വരെ നമ്മൾ അവൻ്റെ അധീനതയിലാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടേതല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് വരുന്ന പൗലോസത്തെ പറയുന്നത്, ക്രിസ്തു എന്നിൽ വസിക്കുന്നു, ഞാൻ ഇനി എന്നാൽ അല്ലെങ്കിൽ എൻ്റെ ഞാനെന്നുള്ള വ്യക്തിയെ ഞാൻ അറിയുന്നില്ല, ക്രിസ്തു എന്നിൽ വസിക്കുന്നു, ക്രിസ്തു എല്ലാം പ്രവർത്തിക്കുന്നു. അതാ ഈ പുതിയ നിയമത്തിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ പല ഈ വിശ്വാസികളുടെ അല്ലെങ്കിൽ ഫിനിഷ് വർക്കിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ഇതാ, ഒരിക്കൽ ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ചു കഴിയുമ്പോൾ ആ നിമിഷം മുതൽ അന്യം കുഞ്ഞില്ല. ക്രിസ്തു ഈ മൺകൂടാരത്തിൽ വസിക്കുക. ഈ മൺകൂടാരത്തിൽ വസിച്ച് ക്രിസ്തു തന്നെ എന്നിൽ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയില്ല, എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം അതിലേക്ക് നമ്മളെ നിർബന്ധിച്ച് അവൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്താലും വചനത്താലും നമ്മളെ ശുദ്ധീകരിച്ച് അവനോളം ആക്കി തീർക്കുന്ന അനുഭവത്തിലേക്ക്. നമുക്കറിയാം, നമ്മൾ ആരും ഒരു ജോലിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മളൊരു നേഴ്സ് എന്ന ഒരു ഉദാഹരണം എടുക്കുക, അല്ലെങ്കിൽ ഒരു വക്കീലിൻ്റെ ജോലിയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിക്കും. ആ പഠിക്കുമ്പോഴും നമ്മളെ വക്കീലെന്നാണ് പറയുന്നത്, ഇല്ലേ? നമ്മൾ ഗ്രാജുവേഷൻ ചെയ്ത് കഴിയുമ്പോഴും വക്കീലെന്നാണ് പറയുന്നത്, പഠിക്കുമ്പോഴും അത് തന്നെ പറയുന്നത്. എന്നാൽ ഇതെല്ലാം ആയി കഴിയുമ്പോഴും, നമ്മൾ ഗ്രാജുവേഷൻ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ പൂർണ്ണതയായോ? ആ പ്രൊഫഷൻ്റെ പിന്നെ നമുക്ക് എക്സ്പീരിയൻസാണ്, അല്ലേ? ആ എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ ഓരോ ദിവസവും നമ്മൾ പുതിയത് പഠിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അപ്പോൾ പറയാമോ ഞാൻ നേഴ്സാണെന്ന് അന്നേരം പറയും. പക്ഷേ അതിൻ്റെ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അറിവ് വർദ്ധിക്കും തോറും നമുക്കതിനകത്ത് കോൺഫിഡൻസാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും കോൺഫിഡൻസായി വരും. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൽ നമ്മൾ വളർന്ന് അവൻ്റെ രൂപത്തോടെ നമ്മൾ അനുരൂപമാകുമ്പോൾ അവനെ ആ ക്രിസ്തുവിലുള്ളതായ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുക മാത്രമല്ല, കർത്താവിന് വേണ്ടി നമ്മളെ ഏത് വിധമായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്ന ആ വിധത്തിൽ നമുക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനും ശക്തിയോടെ ദൈവത്തിന് വേണ്ടി നിൽപ്പാനും ദൈവം നമ്മെ സഹായിക്കുന്നത്. അതിന് നമ്മുടെ ചില നുകങ്ങളെ, അല്ലെങ്കിൽ അമിക്കയറുകളെ മറ്റുള്ളവരോ അല്ലെങ്കിൽ നമ്മൾ തന്നെ വെച്ചിട്ടുള്ളത് നമ്മളെ അഴിച്ച് മാറ്റണമെന്ന് അവിടെ പറയുന്നുണ്ട്. എന്നാലല്ലേ അത് ആ കാളയ്ക്ക് സ്വാതന്ത്ര്യമാകത്തുള്ളൂ. നമ്മളെ അതുപോലെ ദൈവം കണ്ടിരിക്കുന്നു. പഴയ ഇവിടെ പറയുന്നത്, ഞാൻ യേശു ക്രിസ്തു വഹിക്കുന്ന അമിക്കയറിനെ കുറിച്ചല്ല, നുകത്തെ കുറിച്ചല്ല, ശത്രു നമ്മുടെ മേൽ വെക്കുന്ന ഇതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശത്രുവിൻ്റെ കീഴിൽ നമ്മൾ അമർന്നു പോയാൽ, അവൻ കെട്ടിവെച്ച് കഴിഞ്ഞാൽ അത് അഴിക്കണം. അത് ആത്മാവിൽ നമ്മളെ പ്രാർത്ഥിച്ച്, ആത്മാവിൽ നമ്മൾ ബലം പ്രാപിച്ച് അതിനെ നമ്മൾ തന്നെ അഴിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അതിനെ ശക്തി പ്രാപിച്ച ദൈവമക്കളോട് കൂടെ ഇരുന്ന് അതിനെ പ്രാർത്ഥിച്ച് അതിന്മേൽ ജയമെടുത്ത് വിടുതൽ പ്രാപിക്കേണ്ട ആവശ്യമാണ്. പിന്നത്തെ നമുക്ക് അവിടെ നോക്കുന്നത്, പിന്നെ പറയുന്നത് പീഡിതനെ സ്വതന്ത്രരായി വിട്ടയക്കാം. ആരാ പീഡിതർ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പീഡനമുണ്ടോ? പീഡിതനെ വിട്ടയക്കുക. എന്നിട്ട് അവിടെ പീഡിതരെ വിട്ടയക്കുക എന്ന് പറയുന്നിടത്ത് അതിൻ്റെ ഹെവി ബേർഡൻ, 6 ഹെവി ബേർഡൻ ആൻഡ് ലെറ്റ് ദ ഒപ്രസർ ഗോ ഫ്രീ. ഒപ്രസ്ഡ് ഗോ ഫ്രീ. ചില
മറ്റുള്ളവരെ നമുക്ക് അധീനപ്പെടുത്തി അല്ലെങ്കിൽ കഷ്ടതയിൽ എങ്ങനെ പീഡിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഒരാളെ പീഡിപ്പിക്കണമെങ്കിൽ ഞാൻ അവരുടെ നേരിട്ട് എന്നൊന്നും ചെയ്യണ്ട. ഞാൻ ഒരാളോടൊരു വാക്ക് പറഞ്ഞാൽ മതി. വേറൊരാളോട് ആ വ്യക്തിയെക്കുറിച്ച് ഒരു മോശമായ വാക്ക് പറഞ്ഞാൽ അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചെവി ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? പുള്ളിയുടെ മനസ്സ് കലങ്ങാൻ തുടങ്ങും, അല്ലേ? അല്ലെങ്കിൽ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രയാസം തോന്നും. അവർക്ക് പിന്നെ പണ്ടത്തെ മാതിരി നമ്മളോട് ഇടപെടുവാനോ അല്ലെങ്കിൽ നമ്മൾക്ക് അവരോട് ഇടപെടാനോ പലപ്പോഴും സാധിക്കത്തില്ല. അത് മാനസികമായി നമ്മൾ പീഡിപ്പിക്കുക. ഇവിടെ പീഡനം എന്ന് പറയുന്നത് നമ്മൾ ശാരീരികമായ പീഡനത്തെക്കുറിച്ചല്ല കൂടുതലായിട്ട് പറയുന്നത്, മാനസികമായിട്ട് ആത്മീയമായിട്ടുള്ള ഇതാണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആത്മീയമായി നമ്മൾ സ്വതന്ത്രരല്ലെങ്കിൽ ശാരീരികമായിട്ടും നമ്മൾ പീഡിപ്പിക്കപ്പെട്ടേയിരിക്കും. ഒരു ചെറിയ വാക്ക് മതി. എന്നാൽ ദൈവം ഇവിടെ പറയുന്ന ആ അങ്ങനെയുള്ള പീഡനത്തിൽ ഇരിക്കുന്നവരെ, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കാം. അപ്പം നമ്മുടെ ജീവിതത്തിലും അതുണ്ടാകാം. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ കേൾക്കുന്നു, നമ്മൾ പറയുന്നത് ചിലപ്പോൾ നമ്മൾ നല്ലതാ പറയുന്നതെന്ന് തോന്നിയാലും അത് മറ്റുള്ളവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് അത് വരുമ്പോൾ അതൊരു പ്രയാസമായി മാറുന്ന ശബ്ദങ്ങൾ നമ്മുടെ വായിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും നമ്മളെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ പലപ്പോഴും നമുക്ക് മിക്കവാറും നമുക്ക് സാധിക്കും. എന്നാൽ ചില സമയത്ത് നമ്മുടെ ശാരീരികമായ ക്ഷീണങ്ങളോ മാനസികമായ നമ്മുടെ സംഘർഷത്തിൻ്റെ നടുവിൽ വേറെ ഒരു കാര്യം കാണുമ്പോൾ ഉടനെ നമ്മൾ പറയുന്ന ഒരു വാക്കായിരിക്കും അത് മറ്റു വ്യക്തിയെ പീഡിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും അതിൽ നിന്ന് സ്വാതന്ത്ര്യമാകാതിരിക്കാനായിട്ട് ഇടയാകുകയും ചെയ്യും. എന്നാൽ നമ്മൾ ദൈവസന്നിധിയിൽ അത് ഏറ്റു പറയുമ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റു പറയാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. എന്നിട്ട് അവരെ എന്ത് ചെയ്യുന്നത്? നമ്മൾ സ്വതന്ത്രരായി വിടുക. അപ്പം മറ്റുള്ളവരുടെ ജീവിതം ചിലപ്പോൾ നമുക്ക് പ്രയാസമാകും, അല്ലെങ്കിൽ അവരുടെ ഇടപാടുകൾ അല്ലെങ്കിൽ അവരുടെ സംസാരങ്ങൾ എനിക്ക് പ്രയാസമാകുമ്പോൾ ഇപ്പം ആ ദേവദാസൻ പറഞ്ഞ പോലെ അത് നമ്മളെ പണിയുന്ന ഒരു അവസരമാണെന്ന് മാത്രം നമ്മളെടുത്താൽ ഇതെല്ലാം അങ്ങ് പോകും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്കതിനായിട്ട് ദൈവം സഹായിക്കട്ടെ. പിന്നെ അടുത്ത പറയുന്നത് എന്തുവാ? എല്ലാ നുഖത്തെയും തകർക്കുക. അപ്പം ഇതിപ്പോൾ പറഞ്ഞത് ഒരു നുഖമാണ്, ഇവിടെ എല്ലാ നുഖമുണ്ട്. അപ്പോൾ ഏതൊക്കെ ടൈപ്പിൽ നുഖങ്ങളുണ്ട്? നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് ഒരു ടൈപ്പ് നുഖങ്ങൾ, ഇല്ലേ? എന്നാൽ പിന്നെ നിങ്ങൾ തമിഴ്നാട്ടിൽ പോയാൽ പല ടൈപ്പ് കാണാം. ഒന്ന് മനുഷ്യർ വലിച്ചുകൊണ്ട് പോകുന്ന നുഖം പോലുള്ളത്, അല്ലെങ്കിൽ വണ്ടി ഉന്തുവണ്ടി, അത് മൃഗങ്ങൾ വലിച്ചുകൊണ്ട് പോകുന്നത് തന്നെ പോലെ മനുഷ്യനുള്ള. എന്നാൽ അതുപോലെ തന്നെ തമിഴ്നാടുകളിൽ പോയാൽ ഒറ്റ കാളയെ കെട്ടി ഇങ്ങനെ കഴുത്ത് വെച്ചുകൊണ്ട് രണ്ട് സൈഡിൽ കൂടെ കാളയിട്ടേച്ച് അങ്ങനെയുള്ളതുണ്ട്. അപ്പം പല ടൈപ്പുള്ള ഇതുണ്ട്. അപ്പം നമുക്ക് ഒരു വ്യക്തിയെ കെട്ടിയിടാം, നമുക്ക് പലരെ ഇത് ചെയ്യാം. അങ്ങനെയുള്ളതായുള്ള നുഖങ്ങൾ പലതുണ്ട്. നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. നുഖം എന്ന് പറഞ്ഞാൽ വേറൊരാളെ സ്വാധീനിച്ച് അവരെ കീഴടക്കി വെക്കുന്ന ഒരു സ്വഭാവം, അല്ലേ? അപ്പോൾ ആ വണ്ടിയെ ആ കാളയെ കെട്ടിക്കഴിഞ്ഞാൽ ആ ഉടമസ്ഥൻ ഇതിൻ്റെ മേലൊരു അവകാശമുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരുടെയെങ്കിലും ജീവിതത്തെ കണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പോകാത്തപ്പോൾ അവരുടെ മേൽ വെക്കുന്ന നമ്മുടെ ചിന്തകളോ വിചാരങ്ങളോ ഒരു നുഖമായി മാറാം. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഓരോ സംസാരങ്ങളും നമ്മുടെ ജീവിതത്തിലെ രീതികളും മറ്റുള്ളവരെ നമ്മളെ ബന്ധിക്കാതെ അല്ലെങ്കിൽ നുഖം അവരുടെ മേൽ വെക്കാതെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്നിട്ട് പിന്നെ പറയുന്നത് ഇത്രയും കാര്യം ദൈവം ആദ്യം പറഞ്ഞു, പിന്നെ പറയുന്നത് എന്തുവാ? ആ നുഖങ്ങളും എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കർത്താവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാ: വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും, അല്ലേ, നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന, അവിടെ പറയുന്ന ഒന്ന് വിശന്നിരിക്കുന്നത്. അത് പുതിയ നിയമത്തിൽ ദൈവം എവിടെ പറഞ്ഞേക്കുന്നത്? ആ വാക്യം ഒന്ന് വായിച്ചേ.
വിശന്നിരിക്കുന്നവന് നിന്റെ അപ്പത്തെ നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നുവല്ലയോ. അവിടെ പറയുന്നുണ്ട്, ഞാൻ ജയിലിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. പുതിയ നിയമത്തിലെ ദൈവത്തിൻ്റെ ശിഷ്യന്മാർ ഇത് നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് ആദ്യം പറഞ്ഞേ. അപ്പം മറ്റുള്ളവർ പറയും നിങ്ങളെൻ്റെ കോലാടിനെയും ചെമ്മരിയാടിനെയും വേർതിരിച്ചതിന് ശേഷം പറയുന്ന വചനമായത്. അപ്പോൾ അവിടെ അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എപ്പോഴാണ് നിനക്കിതെല്ലാം ചെയ്തത്? അപ്പോൾ അന്നേരം കർത്താവ് പറയുന്നതാണ്, വിശന്നിരുന്നവരെ നിന്റെ അപ്പം നുറുക്കി കൊടുത്തു, പിന്നെ അലഞ്ഞു നടന്നവരെ സാധുക്കളായ വീട്ടിൽ ചേർത്ത് കൊണ്ടു. അത് ഭൗതികമായിട്ടുള്ള ചെയ്യുന്നവരുണ്ട്. അലഞ്ഞു നടക്കുന്നവരെ വീട്ടിൽ ചേർത്ത് അവരെ സംരക്ഷിക്കുന്നതായിട്ടുള്ള വ്യക്തികളുണ്ട്. എന്നാൽ വീട്ടിൽ ചേർക്കുക എന്ന് പറയുമ്പോൾ എന്താ, അതിനകത്ത് രണ്ട് വിധത്തിൽ ഞാൻ ചിന്തിക്കുക. ഒന്ന്, നമ്മളുടെ വീടുകളിൽ നമുക്ക് അവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരെ ടേക്ക് കെയർ ഓഫ് ചെയ്യാം. രണ്ട്, അങ്ങനെ അലഞ്ഞു നടക്കുന്നവർക്ക് ഒരു സംവിധാനത്തിൽ അല്ലെങ്കിൽ ഒരു സംരക്ഷണ കേന്ദ്രത്തിൽ അവരെ സംരക്ഷിക്കാനായിട്ടുള്ള കർത്താവ് ഉപമ പറഞ്ഞില്ലേ, ശബരിക്കാരനെ കള്ളന്മാരുടെ കയ്യിൽപ്പെട്ടവനെ ശമരിക്കാരൻ കൊണ്ടുവന്ന് അമ്പലത്തിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതുപോലെ നമുക്കറിയാം, നമ്മുടെ നാടുകളിലും നമ്മുടെ ഭവനങ്ങളിലും അല്ലെങ്കിൽ ഇവിടുത്തെ നേഴ്സിംഗ് അങ്ങനെയുള്ളതായുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാടുകളിലെല്ലാം ഉണ്ടല്ലോ. അങ്ങനെയുള്ളിടത്ത് ഇങ്ങനെയുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് പ്രധാനം. സാധുക്കളായിരിക്കുന്നവരെ നമ്മൾ മറന്നു കളയരുതെന്ന് പൗലോസ് പോലും പറയുന്നുണ്ട്. സഭയോട് പറയുമ്പോൾ സാധുക്കളായവരെയും അല്ലെങ്കിൽ ദരിദ്രത്തിൽ ജീവിക്കുന്നവരെ മറന്നു കളയരുത് എന്ന വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അത് ഈ ഭാഗത്തെ നമുക്ക് ഏറ്റവും അന്വർത്ഥമായി തീരുന്നു. പിന്നെ മൂന്നാമത്തത്, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും. നമുക്കറിയാം നഗ്നതയെക്കുറിച്ച് നമ്മൾ പറയണ്ട, ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ ആത്മീയമായിട്ട് നഗ്നത ഉണ്ടാകാമോ? ഉണ്ടാവും അല്ലേ? അപ്പോൾ അവരെ നമ്മൾ വിശ്വാസത്തിൻ്റെ കൂട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ, വിശ്വാസികളുടെ കൂട്ടത്തിലായിരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒരേ വളർച്ചയിലല്ല നിൽക്കുന്നത്. എന്നാൽ ചിലർക്ക് ചില വീഴ്ചകളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, അവരുടെ ആ സ്വഭാവങ്ങൾ വെളിപ്പെട്ട് വരാം. എന്നാൽ അവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വിശ്വാസികളും അതുപോലെ തന്നെ നമ്മൾ മെച്യൂരിറ്റി ആയവർ അവരെ കവർ ചെയ്യണം, ആത്മാവിൽ കവർ ചെയ്യണം. അവർ വീണു പോയിടത്ത് അവരെ വിട്ടേച്ച് പോകുകയല്ല, അവരെ ആത്മാവിൽ അവരെ കവർ ചെയ്ത് അവർ വളർന്നു വരുവാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മൾ സൂക്ഷിക്കേണ്ടത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. പിന്നെ പറയുന്നത്, നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുകയും ചെയ്യുകയല്ലയോ ചെയ്യുന്നത് അല്ലേ? അവിടെ അതൊരു പ്രത്യേക കാര്യമാണ് അല്ലേ? നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നത് അല്ലയോ? അതൊരു വലിയ ചോദ്യമാണ്. ഞാൻ കർത്താവിനോട് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്, എന്താ കർത്താവ് ഇതിനകത്ത് നീ ഉദ്ദേശിക്കുന്നത്? അത് ആത്മീയവുമാകാം, ശാരീരികവുമാകാം, ഭൗതികവുമാകാം. ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ചിലപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെ, അവരുടെ കുടുംബത്തിൽ തന്നെ എടുത്തു നോക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ഭാരമായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഭൗതികമായ അനുഗ്രഹങ്ങൾ ഇല്ലാത്ത സഹോദരങ്ങളോ സഹോദരിമാരോ ഉണ്ടെങ്കിൽ അവർ നമ്മളുടെ ഇറമ്പിൽ വന്ന് നമ്മളെ അമേരിക്കയിൽ നിന്നൊക്കെ ചെയ്യുന്നു, മറ്റുള്ളിടത്തു നിന്ന്, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഇതുണ്ടെന്ന് കണ്ട് അവർ വന്ന് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അത് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതൊരു ചോദ്യചിഹ്നമാണ്. ഇച്ചിരി പൈസയുടെ കാര്യമാകട്ടെ, അല്ലെങ്കിൽ വേറൊരു കാര്യമാകട്ടെ, എന്ത് കാര്യമാകട്ടെ, ഭൗതിക കാര്യമാകട്ടെ, അതിൽ നമ്മുടെ രക്തബന്ധങ്ങളോട് നമ്മൾ ദൈവവചനത്തിൽ പറയുന്നത്, നമ്മൾ കാണുന്ന സഹോദരങ്ങളെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ
കാണാത്ത ദൈവത്തെ എങ്ങനെ സേവിക്കാൻ കഴിയും? അപ്പോൾ ഇവിടെ കർത്താവ് വളരെ ശക്തമായിട്ട് പുതിയ നിയമത്തിലെ നിയമം തന്നെ പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവം പഠിപ്പിച്ചിരിക്കുന്നതാണ്. ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ അത് വ്യക്തമായിട്ട് വളരെ ഇത് നമ്മുടെ പ്രാവർത്തികമാകുമ്പോൾ നമ്മൾ അറിയാതെ ദൈവത്തിൻ്റെ ഒരു ക്യാരക്ടർ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. കാരണം നാം ഇതേ അവസ്ഥയിലായിരുന്നു, ഞാനായി ഇതേ അവസ്ഥയിലായിരുന്നു. എനിക്ക് ഒന്നുമില്ലായിരുന്നു, ദരിദ്രനായിരുന്നു. എന്നാ ക്രിസ്തു ഇല്ലാതിരുന്നപ്പോൾ അല്ലേ? ക്രിസ്തു നമ്മളിൽ ആയിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് ചിലതൊക്കെ ഉണ്ടെന്നുള്ള ഉറപ്പായത്. ഈവൻ നിത്യജീവൻ പോലും അല്ലെങ്കിൽ നിത്യരാജ്യത്തിൽ ചെല്ലുമെന്ന് പോലുമുള്ള ഉറപ്പ് ക്രിസ്തു നമ്മളിൽ ആയതാണ്. അതിനു മുമ്പ് നമുക്ക് ഈ ഉറപ്പൊന്നുമില്ല. ചോദിച്ചാൽ നമ്മൾ നിന്ന് വിറച്ചനെ ഇല്ലയോ? മരണമെന്ന് പറയുമ്പോഴത്തേക്ക് പേടിയാ. ഇന്നിപ്പോൾ മരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക്? പൗലോസ് പറയുന്നത് ആ ദർശനവും വെളിപ്പാടും നമുക്ക് ലഭിച്ച് അല്ലെങ്കിൽ നമ്മൾ ആ ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൽ വളരുമ്പോൾ ഇന്ന് കാണുന്ന ഇന്നലെ പ്രയാസമായിരുന്നത് ഇന്ന് നമുക്ക് യാതൊരു പ്രയാസവുമല്ല. പൗലോസ് അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പറയുന്നത്, ഞാൻ ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നില്ലാവും. ഞാൻ മരിച്ചാൽ എവിടെ ചെല്ലുന്നത് നമുക്കൊരു ഉറപ്പുണ്ട് അല്ലേ? ഏത് സമയത്തായാലും. പക്ഷേ ഒരു കാര്യം നമുക്ക് വളരെ ഉറപ്പാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭത്തേക്കാൾ അവസാനം അറിയുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് അല്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ദൈർഘ്യം ഈ ലോകത്തിൽ എത്രമാത്രം ഉണ്ടോ എന്നുള്ളത് കർത്താവിന് അറിയാം. അവൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്, അവൻ്റെ അധീനതയിൽ നമ്മൾ നിൽക്കുന്നത്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഭാരപ്പെടണം? എന്നാൽ ഭാരപ്പെടുത്തില്ലയോ? ഉണ്ട്. നമ്മൾ നമ്മുടെ തലമുറകളെക്കുറിച്ച് ചിന്തിക്കും, നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ചിന്തിക്കും. എന്നാൽ കർത്താവ് പറയുന്നത് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. കർത്താവ് കരുതാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല, കർത്താവ് നൽകാത്ത ഒന്നുമില്ല. എന്നാൽ നമ്മൾ അതിനെ ഏറ്റെടുക്കേണ്ട പോലെ ഏറ്റെടുത്ത് ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്, നമ്മളിതെല്ലാം ചെയ്തു കഴിയുമ്പോൾ എന്താണ് അടുത്ത വാക്യം പറയുന്നത്? പിന്നത്തെ എന്തുവാ? അപ്പോൾ ആമീൻ ഹല്ലേലൂയ. നമുക്കുള്ള വെളിച്ചം ഏതാ? ക്രിസ്തു ആകുന്ന വെളിച്ചം, ലോകത്തിലേക്ക് വന്ന വെളിച്ചം. നമുക്ക് വെളിച്ചം തന്നിരിക്കുന്ന അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ്. അപ്പോൾ ഇത് മുകളിലുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളിലുള്ള ക്രിസ്തു വെളിപ്പെടുക അല്ലേ? വെളിച്ചം വെളിപ്പെടുക. നമ്മൾ പോകുമ്പോഴും നടക്കുമ്പോഴും നമ്മുടെ അനുഭവങ്ങൾ കൂടെ, ജീവിതത്തിൻ്റെ ഓരോ സാക്ഷ്യങ്ങളിൽ കൂടെ ദൈവം നമ്മെ, അവൻ്റെ പ്രകാശം നമ്മളിൽ നിന്ന് മറ്റുള്ളവർ കാണുവാൻ നമ്മെ അവിടുന്ന് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. ആമേൻ ഹല്ലേലൂയ. ഉഷസിൻ്റെ പ്രത്യേകത എന്താ? നമ്മളെ ഞാൻ ചില സമയത്ത് രാവിലെ എണീച്ചിട്ട് പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പം ഇവിടെ ഉള്ളതിനേക്കാൾ നമ്മൾ ഈ ഇതിൻ്റെ ഇവിടെ നിന്ന് 4 വശയ്ക്ക് നോക്കാമെങ്കിൽ ഒരു പ്രത്യേകത കാണാം. അല്ലെങ്കിൽ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നാൽ നമുക്ക് നല്ല പ്രത്യേകത. ഇവിടെ വന്ന് നിന്നാൽ വൈകിട്ടത്തെ അസ്തമനം കാണാം, സൂര്യാസ്തമനം കാണാം, അതുപോലെ തന്നെ ഉയർന്നു വരുന്നതും കാണാം. പക്ഷേ നമുക്ക് കംപ്ലീറ്റ് കാണത്തില്ല. എന്നാൽ ആ സമയത്ത് ഉഷസ്സെങ്കിൽ നമ്മൾ പുറത്ത് ഒന്ന് നിന്നാൽ നമ്മുടെ ഉള്ളിങ്ങനെ അങ്ങ് തണുത്ത് കയറി വരുന്നതായി തോന്നും. ആ മനോഹരത്വം കണ്ട് ദൈവത്തിൻ്റെ പ്രകൃതിയുടെ മനോഹരത്വം നമ്മെ അവനോട് ചേർക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. അതാണ് ഈ ഇവിടെ ഉദ്ദേശിക്കുന്നതിൻ്റെ ഉദ്ദേശം. അതാ, നമ്മളുടെ ഉള്ളിലുള്ളതായ വെളിച്ചം പ്രകാശിക്കുമ്പോൾ രാവിലെ അല്ലെങ്കിൽ അതിരാവിലെ ഉഷസ്സിൽ ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ കർത്താവ് നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരിക. അപ്പം സൂര്യനെ രാവിലെ ആ ഉദിച്ചു വരുന്ന സൂര്യനെ നമുക്ക് നോക്കാൻ സാധിക്കും ഇല്ലേ? ഒരു 10 മണിയായാൽ, അല്ലെങ്കിൽ വേണ്ട 10 മണിയൊന്നും ആകണ്ട, ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അതിനെ നോക്കാൻ ഒക്കത്തില്ല. രാവിലത്തെയും വൈകിട്ടത്തെയും സൂര്യൻ നമുക്ക് അസ്തമന സമയത്തിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് എല്ലാം നല്ല കളറിൽ കാണാം. എന്നാൽ ഉദിച്ചു വരുമ്പോഴും അതുപോലെ പിന്നെ ഒരു അർദ്ധഭാഗം ഇങ്ങനെ പൊന്തി വരുമ്പം നമുക്കതിനെ നോക്കാം. അത് കഴിഞ്ഞ് ഫുള്ളായിട്ട് അത് മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടാൻ നമ്മുടെ കണ്ണിന് പ്രയാസം എന്ന് പറഞ്ഞ പോലെ ഇവിടെ പറയുന്നത് നമ്മളിലുള്ളതായ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. പിന്നെ നിന്റെ മുറികൾക്ക് വേഗം
പൊറുതി വരും. അപ്പം നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങൾക്ക് കർത്താവിൻ്റെ പ്രകാശം നമ്മൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ ഉള്ളതായിട്ടുള്ള മുറിവുകളൊക്കെയും വേഗത്തിൽ അതിന് പൊറുതി വരും. പിന്നെ നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. അപ്പം നമ്മുടെ മുൻപടയായിട്ട് ആരാ ഉള്ളത്? ദൈവത്തിൻ്റെ നീതി നമുക്ക് മുൻപടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ പിൻപടയായിട്ടുണ്ട്. പിന്നെ അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരം അരുളും, നീ നിലവിളിക്കും, ഇതാ ഞാൻ വരുന്നു എന്ന് അരുളി ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. അവിടെ വീണ്ടും നമ്മുടെ ഒരു അനുഭവത്തേക്ക് പറയുന്നു. നമ്മളെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരായിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ എന്ത് ആവശ്യത്തിലും ദൈവത്തെ, യഹോവയെ വിളിക്കുമ്പോൾ അവന് ഉത്തരം അരുളും. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി ഉള്ളത് ആരാ? മോളി പറഞ്ഞത് തന്നെയാണ്. യാക്കോബിൻ്റെ ഗ്രഹത്തോട് പാവങ്ങളെ പറയുക, അല്ലെങ്കിൽ നമ്മളിലുള്ള കുറവുകൾ തന്നെയാ. അത് പിന്നെ 59-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. അപ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറുപടി ലഭിച്ചിട്ടില്ല എങ്കിൽ ഒരു കാര്യമേ മനസ്സിലാക്കിയോ, ഇവിടെ പറഞ്ഞതാണ്, നമ്മുടെ അകൃത്യവും നമ്മുടെ പാപവും മുഖാന്തരം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഉത്തരങ്ങൾ ലഭിക്കാതിരിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും ഉണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ശക്തി പ്രാപിക്കുകയും ചെയ്യാം. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് അതിനോട് ചേർന്ന് ഞാനൊരു വചനം കൂടെ വായിക്കട്ടെ. പിന്നെ എൻ്റെ 19 തൊട്ട് 21 വരെയുള്ള 59 ഒന്ന് വായിച്ചേ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ആമേൻ, ആമേൻ. ദൈവജനത്തിനുള്ള വാഗ്ദത്തമാകിയാൽ ആമേൻ, ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് നമ്മൾ ദൈവസന്നിധി ചെല്ലുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളാണ് അവിടെ കാണുന്നത്. എന്താ 21 വാക്യത്തിൽ പറയുന്നത്, ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും, നിന്റെ സന്ധ്യയുടെ വായിൽ നിന്നും ഇന്ന് മുതൽ ഒരു നാളും മാറിപ്പോകുകയില്ല. അപ്പം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം, നാം ദൈവത്തിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്, അവൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ മാത്രമല്ല, നമ്മുടെ തലമുറയായി ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ അവൻ നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി, 19-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് എന്തുവാ? കെട്ടി നിന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി. ആമേൻ, ഹല്ലേലൂയ. യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി. അതെന്തുവാ നമുക്ക് മനസ്സിലാക്കാവുന്നത്? കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവം നമ്മുടെ മേൽ ഊതിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതിശക്തിയോട് വീണ്ടും, അതാണ് പുതിയ നിയമത്തിൽ നമ്മൾ പിന്നെ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന ശിഷ്യന്മാരുടെ മേൽ എങ്ങനെ പിന്നെ പരിശുദ്ധാത്മാവ് വന്നേ?
കൊടിയ കാറ്റടിക്കുന്നത് പോലെ അഗ്നിനാവുകളാൽ പ്രത്യക്ഷമായി. അപ്പൊ കൊടിയ കാറ്റിന് ഒരു നൃത്തമില്ല, അത് അടിച്ചുകൊണ്ടേയിരിക്കും, ഇല്ലയോ? അത് അടിച്ച് അതിനകത്ത് ശക്തിയോടെ. ഇവിടെ പറയുന്നത് എന്തുവാ? കർത്താവിൻ്റെ ശ്വാസം തള്ളിപ്പായിക്കുന്ന ഒരു നദി പോലെ നിങ്ങളുടെ മേൽ വരും. കർത്താവിൻ്റെ ശ്വാസം ഏതാ? പരിശുദ്ധാത്മാവ്, അല്ലേ? കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഒരു നദി പോലെ വരുമെന്ന് പറയുന്നത്. അപ്പം ആ നദി ഒന്ന് ഓർത്ത് നോക്കിയാൽ, ഒരു വലിയ നദി അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങിയാൽ അത് ഒഴുകുന്ന സ്ഥലത്തെ എല്ലാം കൊണ്ടും പോകും, ഇല്ലേ? പിന്നെ അവിടെ ഉള്ളത് മുഴുവൻ അഴുക്കും കളയും. ഞാൻ ഈ വിശ്വാസത്തിൻ്റെ ആരംഭത്തിൽ വന്നപ്പോൾ ഇങ്ങനെ ഞാൻ ഒരു സ്വപ്നം കാണാൻ ഇടയായി. ഞാൻ ഒരു നദിയുടെ വക്കത്ത് ഇങ്ങനെ വലിയ ആഴമുള്ള നദിയാണ്, വെള്ളം ഡ്രൈ ആയി കിടക്കുക. ഇങ്ങനെ നോക്കി ഞാൻ കുറച്ച് നേരം ഇങ്ങനെ അവിടെ നിന്ന് ഞാൻ അതിൻ്റെ ആ 4 വശത്ത് ഇങ്ങനെ നോക്കി അതിൻ്റെ മനോഹരത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നദി ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ അങ്ങ് വരിക. വലിയ മലവെള്ളം വരുന്ന പോലെ വന്നിട്ട് ഈ സൈഡിൽ നിൽക്കുന്ന വലിയ ആർക്കും പറിച്ചെടുക്കാൻ വയ്യാത്ത മരങ്ങള് മൂടോട് പറിച്ച് വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ ഒഴുകി പോകുന്നു. അപ്പം ദൈവജനത്തിന്റെ ഒരു ദർശനം അത് കാണിച്ചത്. ഡ്രൈ അവസ്ഥയിൽ നിന്ന് ദൈവം ആത്മാവിൽ നിറച്ചു കഴിയുമ്പോൾ ആ നദി ഒഴുകുന്ന വശത്തുള്ളതെല്ലാം അതിനകത്തങ്ങ് കൊണ്ടുപോകും. അപ്പം ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നദി പോലെ വന്നു കഴിഞ്ഞാൽ ഈ ദേശം വെടിവിക്കപ്പെടും. ഇതിൻ്റെ അതിനകത്ത് വരുന്നതെല്ലാം അതുപോലെ പുതിയ നിയമത്തിൽ വരുന്ന തീപ്പൊരി ഒരു ഭാഗത്ത് വീണാൽ അത് എളുപ്പം കത്താൻ തുടങ്ങിയ പിന്നെ അത് കെടുത്താം, വെള്ളം ഒഴിച്ച് കെടുത്താം. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും കെടുവാൻ അനുവദിക്കരുത്. നമ്മുടെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. വീണ്ടും ഒന്ന് രണ്ട് വാക്യം കൊണ്ട് ഞാൻ വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ധ്യാനത്തിൽ ഞാൻ നിൽക്കാമെന്ന്. 60-ാം അധ്യായത്തിൻ്റെ പിന്നെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ 61 അതല്ലേ? അല്ല 60. ഓക്കെ. അത് ശരി. അപ്പോൾ നമ്മുടെ മേൽ തന്നിരിക്കുന്ന ആ ആത്മാവിൻ്റെ ശക്തി എന്താ ചെയ്യുന്നത്? നമുക്ക് എന്താ തരുന്നത്? എഴുന്നേറ്റ് പ്രകാശിക്കുവാനുള്ള ലൈറ്റ് നമുക്ക് തന്നു. പിന്നെന്താ പറയുന്നത്? നീ എന്താ ചെയ്യണം? ഓൾറെഡി പരിശുദ്ധാത്മാവിനെ നിനക്ക് തന്നു. നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കണം, നമ്മൾ എഴുന്നേൽക്കണമെന്നുള്ളതാണ് പിന്നത്തെ കർത്താവിൻ്റെ ആഗ്രഹം. പലപ്പോഴും നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ ഏറ്റെടുക്കത്തില്ല, എഴുന്നേറ്റ് പോവുക, അല്ലേ? ഇരിക്കുന്നിടത്ത് ചെയ്യുന്ന കാര്യമാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഒരു വിധത്തില്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ എഴുന്നേറ്റ് പോകണം. എന്നിട്ട് എന്താ പറയുന്നത്? നിന്റെ എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അപ്പോൾ യഹോവയുടെ തേജസ് നമ്മുടെ മേൽ ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മളതിനായിട്ട് ഇനിയും അധ്വാനിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അന്ധകാരം ആരെയോ? ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. അത് ഉദിക്കും എന്ന് പറയണ്ട, ഇത് പഴയ നിയമത്തില്ല, നമ്മുടെ മേൽ കർത്താവ് ഉദിച്ചു കഴിഞ്ഞു. ആമേൻ. നമ്മുടെ ഉള്ളത്തിൽ ഉദിച്ചു കഴിഞ്ഞതാ. അതുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അതിനായിട്ട് നമ്മളെ ഒരുക്കാം. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന അതാകട്ടെ സഭയായി, വ്യക്തികളായി, കുടുംബങ്ങളായി നമ്മളെ അതിനായിട്ട് എടുത്തുപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് ദൈവം ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. പിന്നെ 61-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ.
മതി. അവിടെ വീണ്ടും നമ്മളോട് ദൈവത്തിൻ്റെ വചനം ആഹ്വാനം ചെയ്യുന്നു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? എളിയവരോട് സദ്വർത്താനവും ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ളത് പുതിയ നിയമത്തിൻ്റെ നിയമമാണ്. ക്രിസ്തു അത് പൂർണ്ണമായി വ്യക്തമാക്കിയിരിക്കുന്നു. തന്നെ ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് ക്രിസ്തു അല്ലെങ്കിൽ വിശ്വാസ സഭ ഏത് വിധമായിരിക്കണമെന്നും ക്രിസ്തു ഇത് തന്നെ പറയുന്നുണ്ട്, ഇല്ലേ? കർത്താവ് വന്നപ്പോൾ പറയുന്നുണ്ട്, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിലാണ്, നിൻ്റെ എളിയവരുടെ സദ്വർത്താനം. നമ്മളെ യെശയ്യാൻ്റെ ഈ അധ്യായം എടുത്ത് പള്ളിയിൽ തന്നെ യെശയ്യാവിൻ്റെ ഇത് വായിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കുന്നത് ഇതേ ഭാഗം തന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം അത് എന്നിട്ട് പറഞ്ഞ് അത് വായിച്ചു പറയുന്ന, നിങ്ങൾ ഇന്ന് ഇത് കേട്ടതുകൊണ്ട് അത് നിവൃത്തിയായി. ആമേൻ, ഹല്ലേലൂയ. അപ്പം പുതിയ നിയമത്തിൽ കർത്താവ് അത് ചെയ്തു കാണിച്ചു, മാതൃകയായി നമ്മളെ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ പറയുന്നത് എന്തുവാ? എളിയവരോട് സദ്വർത്താനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു, ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും. യഹോവയുടെ അവിടെ ആ കാര്യങ്ങൾ നമ്മുടെ പുതിയ നിയമത്തിൽ നമ്മൾ ചെയ്യുന്ന, ഇല്ലേ? അത് ചെയ്യേണ്ടതാണ്. കർത്താവ് ഇത് ചെയ്തിട്ടുണ്ട്. ഏതാ? ഹൃദയം തകർന്നവരെ മുറി കെട്ടണം. അപ്പൊ ഹൃദയം എങ്ങനെ മുറിവാകുന്നത്? ഹൃദയത്തിൽ ഒരാൾ കുത്തിയാൽ ഉടനെ ചെല്ലുവോ? കത്തി കൊണ്ട് കുത്താമോ? അവിടെ ഒരു മുറിവുണ്ടാക്കുന്ന എന്തെങ്കിലും കൊണ്ട് മുറിക്കണ്ടേ? അപ്പം ദൈവവചനം പറയുന്നില്ലയോ? ദൈവത്തിൻ്റെ വചനം ആളാണ്, അത് ഹൃദയങ്ങളെയും പ്രതിവചനങ്ങളെയും. അപ്പം അത് വചനം കൊണ്ടും മുറിക്കാം, അത് നല്ലതിനു വേണ്ടി. എന്നാൽ അല്ലാതെ മുറിവായിട്ടുള്ളവരുണ്ട് ലോകത്തിൽ. അങ്ങനെയുള്ളവരെ മുറി കെട്ടുവാനാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നുള്ളത് നാം മറന്നു കളയാതെ ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള പ്രയാസങ്ങൾ. തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും. ഹല്ലേലൂയ. ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിക്കുവാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമലയും. അവിടെ സിയോനിലെ ദുഃഖിതന്മാരാരാ? ഏതാ? സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമലയും. ഐസയ അല്ലേ? അത് യെശയ്യാവിൻ്റെ തന്നെ ഈ പറയുന്നത്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18-19 വായിച്ച്. അമ്മേ, ഇവിടെ പറയുന്ന 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇതാണ്. എന്തുവാ? പിന്നെ അതിന് 23-ന്റെ സങ്കീർത്തനം 23-5 അതെന്തു പറയുന്നത്? അതിനകത്ത് പിന്നെ അവിടെ ദുഃഖിതന്മാർ എന്ന് പറയുമ്പോൾ യഹോവ ഇടയനായിരിക്കുന്ന അത് എന്തുവാ? അതിനകത്ത് പറയുന്നുണ്ട്, ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കും, ഇല്ലേ? ആ ഒരു ഭാഗമാണ് ഇതിനോട് പറയുന്നത്. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാ: ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ ആശ്വാസവും
അവർക്ക് വിടുതലും, അവരെ ഏതൊക്കെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നോ, ലോകത്തിൻ്റെ എല്ലാവിധമായ ചിന്തകളോ ഈ ലോകത്തിൻ്റെ പ്രയാസങ്ങളോ അതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അതിന്മേൽ ജയം കൊടുക്കുവാൻ, അല്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനയിൽ കൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ ദിവസങ്ങളിൽ ശക്തീകരിക്കട്ടെ. അതിനായിട്ട് ദൈവത്തിനായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കൂടുതൽ ദൈവത്തിന് വേണ്ടി ശോഭിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ ദിവസങ്ങളിൽ പ്രാപിച്ച് ബലം പ്രാപിച്ച് നമ്മളെ ഓരോരുത്തരെയും ദൈവം ആഗ്രഹിക്കുന്ന ആ തലത്തിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.